بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരാളുടെ വളർച്ചയും അതുപോലെ തന്നെ ആരോഗ്യ ശേഷിയും കഴിവുകളും അയാൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കാത്ത വിധം അവശതയും അതുപോലെ തന്നെ ദുർബലതയുമൊക്കെ ബാധിക്കാൻ കാരണമാകുന്ന വിഷയമാണ് ഏതെങ്കിലും രൂപത്തിലുള്ള അസുഖം, രോഗം അയാളെ ബാധിക്കുക എന്നത്. നാം ജീവിക്കുന്ന നാട്, അതുപോലെ തന്നെ നമ്മുടെ ലോകം ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. പല രൂപത്തിലുള്ള പുരോഗതി കൈവരിക്കുന്നു. വലിയ ഉയർച്ചയുടെ പടവുകൾ ലോകം കയറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്കറിയുന്ന, നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം അധർമ്മങ്ങളാകുന്ന, തിന്മകളാകുന്ന മാലിന്യം ലോകത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്നു, കെട്ടിക്കിടക്കുന്നു എന്നതും നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട ആധുനിക സൗകര്യങ്ങൾ ഏതവസ്ഥയിലും മനുഷ്യന് വെളിച്ചം നൽകാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അനവധി സൗകര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ നാടുകളിൽ ഉണ്ട്. എന്നിട്ടും ഇരുട്ടിൻ്റെ ശക്തികളെ, തെറ്റിനു വേണ്ടി ജീവിക്കുന്ന ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നത് വലിയ ഒരു പരാജയമായി അവശേഷിക്കുകയാണ്. കറുത്തിരുണ്ട അവസ്ഥയാണ് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നത്. ചെറുതും വലുതുമായ രോഗങ്ങൾ ബാധിച്ച് അവശത അനുഭവിക്കുന്ന അവസ്ഥ
ലോകം മുഴുക്കെ ഉണ്ട് എന്നത് പല സംഭവങ്ങളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ നിലക്ക്, ചെറിയ രൂപത്തിലൊന്നുമല്ല, വളരെ ഗൗരവത്തോടെ ഉണർത്തിയ ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ എല്ലായിടങ്ങളിലും പടർന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല, എവിടെ നോക്കിയാലും ആ രോഗത്തിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ അലയൊലികൾ കാണാൻ സാധിക്കുന്നുണ്ട്. രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നതും വ്യക്തമാണ്. അതിനുള്ള പരിഹാരങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾക്ക് അന്ധത അഭിനയിക്കേണ്ടി വരികയാണ്. കണ്ണ് തുറന്ന് കാണുന്നില്ല. അവരുടെ മനസ്സ് ഇരുട്ട് മൂടപ്പെട്ട അവസ്ഥയാണ്. മനസ്സ് കൊടുത്ത് ആ തെറ്റുകളെപ്പറ്റി ആലോചിക്കാൻ സന്നദ്ധരാകുന്നില്ല. ഓരോ തിന്മകളെക്കുറിച്ചും കേൾക്കേണ്ടത് കാത് കൂർപ്പിച്ച് കേൾക്കാൻ വലിയ നിലകളിൽ, വലിയ ഉയർച്ചകളിൽ എത്തിയ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നത് എന്തുമാത്രം വലിയ അപകടമാണ്. അവിടെയാണ് സാധാരണക്കാരായി ജീവിക്കുന്ന, വളരെ സാധുക്കളായി കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിശ്വാസമാകുന്ന വെളിച്ചം, അതാണ് ഏറ്റവും വലിയ പ്രകാശം. ആ പ്രകാശത്തിന് തുല്യമായ ഒന്ന് വേറെയില്ല. ആ വെളിച്ചം മുഖേന ഓരോ രോഗങ്ങളെയും ഓരോ പരീക്ഷണങ്ങളെയും നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ്. ലോകത്തെവിടെ നോക്കിയാലും അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശത്തെ മാന്യമായ നിലക്ക് കൊടുക്കുന്നില്ല എന്നത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുന്നവർ ലോകത്ത് എത്ര ശതമാനമാണ്? അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും വേണ്ടുവോളം ആസ്വദിച്ച് അനുഭവിച്ച് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കാനും ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും തയ്യാറാകാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട്? ഏറ്റവും കൂടുതൽ അവരായിരിക്കും. അള്ളാഹുവിന് മാത്രമായിട്ടുള്ള അവകാശത്തിൽ മനുഷ്യരെ തന്നെ പങ്കു ചേർക്കുക, മനുഷ്യനിർമ്മിത വസ്തുക്കളെ പങ്കു ചേർക്കുക, ദുർബലമായ വസ്തുക്കളെ, നൂല് പോലെയുള്ള, ചരട് പോലെയുള്ള, ഒന്ന് അമർത്തിയാൽ പൊട്ടിപ്പോകുന്ന വള പോലെയുള്ള വസ്തുക്കൾ, ആ വസ്തുക്കളിൽ അഭയം തേടി കഴിയുന്ന എത്ര ആളുകൾ ലോകത്തുണ്ട്? ശിർക്കെന്ന മഹാവിപത്ത് ലോകത്ത് ഒരുപാട് കാലമായി ഇരുപ്പുറപ്പിച്ചിട്ട്, ഒരുപാട് കാലമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ശിർക്കാകുന്ന ഫിത്ന അതൊരു വലിയ പരീക്ഷണമാണ്. കൊലപാതകത്തേക്കാൾ കാഠിന്യമേറിയതാണ്. മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു. ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിനേക്കാൾ വലിയത് അവർ ചെയ്യുന്നുണ്ട്, ആ യുദ്ധത്തേക്കാൾ വലിയത് അവർ ചെയ്യുന്നു. അതെന്താണ്? ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബിലിനോടും അവരുടെ ആവശ്യങ്ങൾ പറയലാണ്. ആത്മാർത്ഥമായി അല്ലാ എന്ന് വിളിക്കാനുള്ള ഈമാനികമായ ഉയർച്ച അവർ നേടിയിട്ടില്ല. കൊലപാതകത്തേക്കാൾ കാഠിന്യമേറിയ ഒന്നാണ് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക എന്നത്. രണ്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. മതബോധമുള്ളവർ മതം എന്ന വസ്ത്രം അഴിച്ചു വെക്കുന്ന ഒരു കാലഘട്ടമാണ്.
നിസ്കാരം ഒഴിവാക്കുന്നു, സകാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കൽപ്പനകളെ ശിരസാവഹിക്കാൻ, ആ കൽപ്പനകളെ ഏറ്റെടുക്കാൻ അതിനുള്ള വീര്യം കുറഞ്ഞു വരികയാണ്, ധൈര്യം കുറഞ്ഞു വരികയാണ്. ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ വൃത്തത്തിലേക്ക് ആളുകൾ ചേക്കേറുകയാണ്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയാണ് അവിശ്വാസം എന്ന് പറഞ്ഞാൽ. ഒരൽപ്പം പോലും വെളിച്ചം അവിടെയില്ല, മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു തെളിനീര് അവിടെയില്ല, മനസ്സ് പച്ച പിടിക്കാൻ കാരണമാകുന്ന ഒന്നുമില്ലാത്ത ലോകമാണ് അന്ധവിശ്വാസങ്ങളുടെ, നിഷേധങ്ങളുടെ ലോകം എന്നത്. മതം വിട്ട് ആളുകൾ പോവുക ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ നിലക്കുള്ള പ്രവണത പ്രകടിപ്പിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. ദീനെന്ന ആ മാന്യമായ സമാധാനം നൽകുന്ന മാർഗം ഒഴിവാക്കി ആരെങ്കിലും മറ്റു വഴികളിലേക്ക് പോയാൽ അത് കൊലപാതകത്തേക്കാൾ കാഠിന്യമേറിയ പരീക്ഷണമാണ്, വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. വഴികേടിൻ്റെ മാർഗത്തിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും മണിക്കൂറുകൾ കൊടുത്തും ആളുകൾ പോവുകയാണ്. ഒരുപാട് സമയം വഴികേടിനെ വളർത്താൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നു. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്ന സ്വഭാവത്തിലേക്ക്, മാർഗത്തിലേക്ക് ആൺപെൺ വ്യത്യാസമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ ആളുകൾ മാറ്റപ്പെടുകയാണ്. അതൊരു പ്രത്യേകതരം രോഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ, മനസ്സിൽ വ്യതിയാനം കൊണ്ടു നടക്കുന്ന ആളുകൾ. എന്താ അങ്ങനെ പറഞ്ഞാൽ, എന്താ ഇങ്ങനെ വിചാരിച്ചാൽ, എന്താ ഇങ്ങനെ ചെയ്താൽ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ മാത്രം ചെയ്താൽ എന്താണ് കുഴപ്പം? ആ നിലക്ക് ചിന്തിക്കുന്ന രൂപത്തിലുള്ള വ്യതിയാനം അതൊരു വലിയ ഫിത്നയാണ്, ഒരു വലിയ പരീക്ഷണമാണ്. എത്ര പുരോഗതി പ്രാപിച്ച, എത്ര മെച്ചപ്പെട്ട ലോകത്ത് ജീവിക്കുകയാണെങ്കിലും ഈ നിലക്കൊരു പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ആളാണോ സഹോദരങ്ങളെ ഗൗരവമാണ്. വ്യതിയാനം, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപിച്ച ഈ കാലഘട്ടം നാവിൻ തുമ്പത്ത് വരുന്ന എന്തും വിളിച്ചു പറയാം, മനസ്സിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയാം. അത് അള്ളാഹുവിൻ്റെ ദീനിനെ ബാധിക്കുമോ, പ്രബോധനത്തെ ബാധിക്കുമോ, മതപഠനത്തെ ബാധിക്കുമോ, മതനിയമത്തെ ആക്ഷേപിക്കപ്പെടാൻ കാരണമാകുമോ എന്നൊന്നും ചിന്തിക്കാൻ നേരല്ല. അവന് തോന്നി, അവൻ പറഞ്ഞു, അവൻ വാദിക്കും, എനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, പക്ഷേ അതോടൊപ്പം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എന്നതും സ്വാതന്ത്ര്യമാണ്. അതും പാടില്ല. ഒരാളെ വേദനിപ്പിച്ചാകരുത് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. ളലാലത്തിൻ്റെ വഴി, അതിനെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. കപട സ്വഭാവം വർദ്ധിച്ചു വരികയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകം. പറയുന്നതും ചെയ്യുന്നതും ശരിയാണോ തെറ്റാണോ, നേരാണോ നെറുകേടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫതൻതും അൻഫുസകും. കപട സ്വഭാവം നിങ്ങൾക്ക് തന്നെ പരീക്ഷണമാണ്. മനസ്സിലൊന്നും നാവിൽ മറ്റൊന്നുമാകരുത്, പ്രവർത്തനങ്ങളിൽ ഒന്നും മനസ്സിൽ മറ്റൊന്നുമാകരുത്. മനസ്സിൽ എന്താണോ അതാണ് വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ പുറത്തു വരേണ്ടത്. പെരുമാറ്റത്തിലൂടെ, ഇടപാടിലൂടെ, സഹവാസത്തിലൂടെ, സഹവർത്തിത്വത്തിലൂടെ പുറത്തു വരേണ്ടത് എന്താണ്? മനസ്സിലുള്ള കാര്യമാണ്. നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നാണ്, പറ്റുമെങ്കിൽ അതാണ്. നമ്മുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്ര സമാധാനമാണ്. മറിച്ച് മനസ്സിൽ ഒരുപാട് തെറ്റുകൾ കൂട്ടിയിട്ട് പുറത്ത് നന്മകളെ രൂപത്തിൽ മാത്രം കാണിച്ചു കൊടുക്കുന്ന പ്രവണത, സഹോദരങ്ങളെ, അത് ശുദ്ധ കാപട്യമാണ്.
കഠിനമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അനാചാരങ്ങൾക്ക് ഒരു അറുതിയില്ലാത്ത കാലമാണ്. തൊട്ടതും കണ്ടതുമൊക്കെ അനാചാരമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം. എന്ത് തോന്നിയാലും അത് എവിടെയാണോ കൊണ്ടുപോയി വെക്കാൻ പറ്റുക അവിടെ വെച്ച് അതിനെ പ്രത്യേകമായ ആചാരമാക്കി മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടം. വലിയ പരീക്ഷണമാണ്. സൽക്കർമ്മങ്ങളെ തിന്നു തീർക്കുന്ന, നാം ചെയ്തു കൂട്ടിയ നല്ല കർമ്മങ്ങളെ കാർന്ന് തിന്നുന്ന രോഗമാണ് അനാചാരങ്ങൾ, പുത്തനാചാരങ്ങൾ എന്നത്. അതും വലിയ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുത്തനാചാരവും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളാണ്. ഈ രോഗങ്ങളെയെല്ലാം, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹു മറദാ. ഒരു പ്രത്യേക രോഗം മനസ്സിനെ ബാധിച്ചിരിക്കുന്നു. അത് ശിർക്കാകാം, കുഫ്റാകാം, നിഫാഖാവാം, ബിദ്അത്താകാം, അതുപോലെ തന്നെ മഅസിയത്താകാം, ഏത് രൂപത്തിലുള്ളതുമാകാം. ഫസാദഹുമുല്ലാഹു മറദാ. ആ രോഗം ഇങ്ങനെ അധികരിക്കുകയാണ്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വളരെ പേടിയോടുകൂടി വിശ്വാസികൾ കാണേണ്ടതുണ്ട്. എല്ലാ നിഷിദ്ധങ്ങളെയും നന്മകളായി കാണുന്ന ലോകത്താണ് പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വെളിച്ചം വിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് നൽകിയാലും അതിനെയെല്ലാം ഇരുട്ടാക്കി മാറ്റാൻ പിശാചിന്റെ മിത്രങ്ങൾ തക്കം പാർത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു. കുൽ, പ്രവാചകരെ പറയുക, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ, എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ഒരാൾ അയാളുടെ സ്ഥലത്തിന്റെ അതിര് ഒരു കല്ലുകൊണ്ടോ ഒരു കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ വേലി കെട്ടി മാറ്റി കാണിച്ചു, ഇതാണ് എൻ്റെ അതിർ, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല. ആ നാട്ടിലുള്ളവരോട് പറഞ്ഞാൽ ആരും അങ്ങോട്ട് കാലുവെക്കാൻ ധൈര്യപ്പെടൂല. അയാൾ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക എന്നോർത്ത് ധൈര്യപ്പെടാതെ നമ്മളൊക്കെ മാറി നിൽക്കും. അതവിടെ കിടന്നോട്ടെ, അത് അയാളെ മുതലാണ്. നമ്മളെപ്പോലെയുള്ള ഒരാൾ അയാളുടെ അതിർത്തി നമുക്ക് നേരെ കാണിച്ചു തന്ന് ഇവിടെ കാല് വെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ പേടി നോക്കൂ നിങ്ങൾ. ആ ഗൗരവകരമായ വാക്കിനെ എത്ര പേടിയോടെയാണ് നമ്മൾ കേട്ടത്. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ, എന്റെ റബ്ബിദ വേണ്ടാത്തരങ്ങളെ, മ്ലേച്ഛതകളെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും വരുന്ന കാര്യമാണ് വ്യഭിചാരവും സ്വവർഗരതിയും. അസ്സിനാ വൽ ലിവാത്. ശൈഖ് നാസിർ സഅദി റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുകയാണ്. വ്യഭിചാര പ്രവർത്തനങ്ങൾ അത് വളരുകയാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഒരു തെറ്റിന് മാത്രമല്ല, ആ തെറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കാരണമാകുന്ന വഴികളെയും ഗൗരവമായി കണ്ട മതമാണ് ഇസ്ലാം. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. വ്യഭിചാരത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു നോട്ടം പാടില്ല. വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ കണ്ണ് താഴ്ത്തി വെക്കുക, അന്യ സ്ത്രീകളെ നോക്കരുത്, അതുപോലെ തന്നെ തുടർച്ചയായി നോക്കരുത്, ഒരു പെണ്ണിനെ കണ്ണെടുക്കാതെ നോക്കുക. വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത, ഇടപെടാൻ പറ്റാത്ത ഒരു പെണ്ണിനോട് സംസാരിക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ, വാട്സാപ്പിലൂടെ ചാറ്റിംഗ് ആണ്. അതവസാനം ഏതൊക്കെയോ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതുപോലെ തന്നെ കുണുങ്ങിയുള്ള വർത്തമാനങ്ങൾ, പൈങ്കിളി വർത്തമാനങ്ങൾ, ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ വ്യഭിചാരത്തിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ്. പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു. അന്യ പെണ്ണിന് കൈ കൊടുക്കരുത്, അന്യ പെണ്ണിനെ സ്പർശിക്കരുത്. ഇന്നത് വർദ്ധിച്ച കാലമാണ്. ഞങ്ങളൊരു ഓഫീസിലാണ്, ഞങ്ങളൊരു സ്ഥലത്താണ്,
ഞങ്ങളൊരു വാഹനത്തിൽ എന്നും പോകുന്നവരാണ്. കൈ കൊടുക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയാണ് സഹോദരങ്ങളെ, എന്തൊക്കെ തെറ്റുകളാണ്, വൃത്തികേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇസ്ലാം വിലക്കിയതാണ്. ലോകം എത്ര പുരോഗതി പ്രാപിച്ചാലും ആ ലോകത്തിന്റെ ഹൃദയത്തെ ബാധിച്ച രോഗമാണിത്, വ്യഭിചാരം എന്നത്. ഇന്ന് ആടിത്തിമിർക്കുകയാണ്, തുള്ളിച്ചാടുകയാണ്. ഏതോ ഒരു കുടുംബത്തിലെ ആണും ഏതോ ഒരു കുടുംബത്തിലെ പെണ്ണും, അതാണ് ആ രൂപത്തിലേക്ക് സമൂഹം മാറ്റപ്പെടുകയാണ്. പാടില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. പ്രത്യക്ഷമായതും പരോക്ഷമായതും പാടില്ല. അഹങ്കാരം അത് പരോക്ഷമാണ്, ആരും കാണൂല. അസൂയ പരോക്ഷമാണ്. പൊങ്ങച്ചം കാണിക്കൽ പരോക്ഷമാണ്. റിയാ ഉണ്ടാവുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, അത് പാടില്ല. അത് പരോക്ഷമായ തിന്മയാണ്. നമ്മളെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ലഹരി പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഒരു സാമൂഹ്യ ചർച്ച വരുമ്പോൾ മാത്രമല്ല ലഹരിയുടെ വിഷയത്തിൽ ജാഗ്രത കാണിക്കേണ്ടത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ചർച്ചയേക്കാൾ മുമ്പ് അവന്റെ മുമ്പിലുള്ള ഖുർആൻ അവനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവനോട് പറഞ്ഞു, ഇത് പാടില്ല. പുകവലി പാടില്ല, വ്യത്യസ്തങ്ങളായ പൊടികൾ ഉപയോഗിക്കാൻ പാടില്ല, പല പേരിലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എന്തൊക്കെ ഇസ്ലാം പറഞ്ഞു. നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലേ? ഖുർആന്റെ ചോദ്യമുണ്ടായി. സ്വഹാബത്തെല്ലാം ഒഴിവാക്കുകയാണ്. ലഹരിയിലേക്ക് നമ്മെ എത്തിക്കുന്ന എല്ലാ വഴികളെയും ഇസ്ലാം തടഞ്ഞു. കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന വഴികളെ ഇസ്ലാം തടഞ്ഞു. ഒന്നിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, തടയുകയാണ്. പിന്നെയോ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, പാപങ്ങൾ, അതിക്രമങ്ങൾ, ഇതൊന്നും പാടില്ല. ഈ ആയത്തിന്റെ പരിധിയിലാണ് അടിമകൾ ഉടമയോട് ചെയ്യേണ്ട ബാധ്യതകൾ വിസ്മരിക്കാൻ പാടില്ല. അടിമകൾക്ക് അടിമകളോട് ബാധ്യതകളുണ്ട്. മനുഷ്യത്വം മറക്കാൻ പാടില്ല. പരസ്പര സഹായങ്ങൾ, സഹകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള അധ്യാപനമാണ്. ഫിത്ന ലോകത്ത് തല ഉയർത്തിയാൽ എന്ത് ചെയ്യണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിനിങ്ങനെ ആനന്ദം കൊള്ളുകയല്ല, സന്തോഷിക്കുകയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായി, ഞങ്ങളുടെ നാട്ടിൽ അതിനവസരമുണ്ടായി, ഞങ്ങൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി സ്ഥലം അനുവദിച്ച് കിട്ടി, എല്ലാ ആഭാസങ്ങൾക്കും വൃത്തികേടുകൾക്കും സൗകര്യം ഒരുക്കപ്പെട്ടു എന്നോർത്ത് തുള്ളിച്ചാടുകയല്ല. അത് കാണാനുള്ള കൊതിമൂത്ത് പോവുകയല്ല. എന്താണ് അവിടെ നടക്കുന്നത്? കാണാൻ പോവുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സതകൂനു ഫിതൻ, ഫിത്നയുണ്ടാകും. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും, നിലക്കുകയില്ല. പക്ഷേ അൽ ഖായിദു ഫീഹാ ഖൈറും മിനൽ ഖായിം എന്നാണ്. നിൽക്കുന്നവനേക്കാൾ ഇരിക്കുന്നവനാണ് ഉത്തമൻ. ഒരു ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ, അയാളെക്കാൾ ഉത്തമൻ ആരറിയോ? ഇരിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, നിൽക്കുന്നവനാണ് ഉത്തമൻ നടക്കുന്നവനേക്കാൾ. എന്താണ് അവിടെ സംഭവിച്ചത്? പോയി കാണട്ടെ. അങ്ങനെ പോകുന്നവനേക്കാൾ ഉത്തമൻ നിൽക്കുന്നവനാണ്. വൽ മാശി ഫീഹാ ഖൈറും മിനസ് സാഇ, ഓടുന്നവനേക്കാൾ ഉത്തമൻ നടക്കുന്നവനാണ്. നടന്നു പോയി കണ്ടാൽ മതി, ഓടൊന്നും വേണ്ട. ഓടുന്നവനേക്കാൾ നല്ലവൻ ആരാണ്? നടക്കുന്നവനാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യുശ്രിഫ് ലഹാ തസ്തശ്രിഫുഹു, ആരെങ്കിലും അതിലേക്ക് തലയിട്ട് നോക്കിയാൽ എന്താണ് അവിടെ നടക്കുന്നത്? എല്ലാവരെയും നുഴഞ്ഞു മാറ്റി എല്ലാവർക്കും മുകളിൽ ചാടി തലയിട്ട് നോക്കിയാൽ അവൻ അതിൽ പെടും എന്നാണ്, ആ ഫിത്നയിൽ പെടും എന്നാണ്. വമൻ വജദ മൽജഅൻ ഔ മആദൻ ഫൽയഇദ് ബിഹി, ആർക്കെങ്കിലും ഓടിയൊളിക്കാൻ പറ്റിയാൽ, എവിടെയെങ്കിലും അഭയം പ്രാപിച്ച് രക്ഷപ്പെടാൻ സാധിച്ചാൽ അതാണ് നല്ലതെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവമാണ്. നമുക്ക് പരിചയമല്ലാത്ത ഫിത്ന ലോകത്തുണ്ടാകുന്നു, മനസ്സിലാക്കണം. യതഖാറബു സമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാള് അടുത്തു വരുന്നതിന്റെ അടയാളം യതഖാറബു സമാൻ, കാലങ്ങനെ അടുത്തു വരുന്ന, പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും ഒക്കെ അങ്ങനെ പോകും. വയൻഖുസുൽ അമൽ, അമല് കുറയും, സൽക്കർമ്മങ്ങൾക്ക് ആളുകൾ കുറയും, അറിവിന്റെ മേഖലയിൽ ആളുകൾ കുറയും. വയുൽഖശുഹു, പിശുക്ക് വ്യാപിക്കും. ശാരീരികമായ പിശുക്ക്, സാമ്പത്തികമായ പിശുക്ക്, സൗകര്യങ്ങൾ കൊണ്ടുള്ള പിശുക്ക്. ആവൂല, എനിക്ക് സമയമില്ല, എനിക്ക് നേരല്ല, എന്നോട് പറയണ്ട, ഇതൊക്കെ പിശുക്കാണ്, ഇതൊക്കെ പിശുക്കാണ്. ഫിത്ന വ്യാപിക്കും എന്നാൽ എവിടെ നോക്കിയാലും ഫിത്നയായിരിക്കും. കൊലപാതകം അധികരിക്കും. വയക്സുറുൽ ഹർജ്, കൊലപാതകം അധികരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയ കാര്യമാണ്. ഈ നിലക്കുള്ള വഹിയിന്റെ അടിസ്ഥാനത്തിലെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ സംരക്ഷിച്ച് അതിനെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിച്ച് കഴിയുന്ന ഒരാളെ പരിചരിക്കുന്ന രീതിയും ശുശ്രൂഷിക്കുന്ന അവസ്ഥയുമൊക്കെ നമുക്കറിയാം. അതിനേക്കാൾ ഗൗരവത്തിലാണ് രോഗം ബാധിച്ച ലോകത്തെ നമ്മൾ പരിചരിക്കേണ്ടത്. വൈകാരികമായി പ്രതികരിക്കലോ ഇടപെടലോ പരിഹാരമല്ല. അല്ലെങ്കിൽ പ്രത്യേകമായ ദേഷ്യം പ്രകടിപ്പിക്കുക, അതല്ലെങ്കിൽ മൗനം പാലിക്കുക, ഇതൊന്നും പരിഹാരമല്ല. മറിച്ച് വളരെ വിവേകത്തോടെ, പക്വതയോടെ എന്താണ് പ്രശ്നം എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ വഴി ഏതാണ് അത് കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ലോകത്തെ ബാധിച്ച രോഗത്തിൽ നിന്ന് അതിനെ കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നടക്കാറുള്ളത്, രോഗം ഉണ്ടാക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുകയും അതിന് ഇരകളാക്കപ്പെടുന്ന ആളുകളെ വലിയ രൂപത്തിലൊക്കെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറുള്ളത്. അതൊട്ടും പരിഹാരമല്ല. രോഗത്തെ അതിൻ്റെ അടിയിൽ നിന്നാണ് ചികിത്സിക്കേണ്ടത്. അടിവേര് പുഴക്കിയിട്ടാണ് ഏത് അസുഖത്തെയും മാറ്റിയെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നത് വിശുദ്ധ ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെളിയിച്ച കാര്യമാണ്. വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പലിശയുടെയും അതുപോലെ തന്നെ കള്ളിൻ്റെയും ഒക്കെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഇടപെടൽ നോക്കൂ നിങ്ങൾ. പലിശ എന്ന ഏറ്റവും വലിയ വിപത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരുടെ പലിശ സമ്പ്രദായം എടുത്തെറിഞ്ഞുകൊണ്ടാണ് മാറ്റിയത്. ആ തൻ്റെ കുടുംബത്തിൽ പലിശ ആരുടെ കയ്യിലുണ്ടോ അതെല്ലാം നിർമാർജനം ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലിശ എന്ന ഈ ശത്രുവിനെ, അത് വല്ലാത്ത ഒരു ശത്രുവാണ്, ആ ശത്രുവിനെ ഇസ്ലാം ലോകത്ത് നിന്ന് എടുത്തെറിഞ്ഞത്. അപ്പോൾ ഓരോന്ന് കൃത്യമായി പഠിച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടത്. ആ നിലക്കുള്ള ഇടപെടൽ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായാൽ രണ്ട് നിലക്കുള്ള, അഥവാ മതപരമായും ഭൗതികപരമായുമുള്ള പരീക്ഷണങ്ങളെ അടക്കി നിർത്താൻ ഒരു വിധം സാധിക്കും എന്നത് പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ നിലക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ അയൽവാസികൾക്കിടയിലും കൂട്ടുകാർക്കിടയിലുമൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനുമുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.